യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ആസ്ക് മീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നേ ഒരു കാര്യം പറയാണ്ട്, ഇവിടെ മഴയുണ്ട് ചെറുതായിട്ട്. അപ്പം അതിന്റെ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് സ്കൂൾ ലൈഫ് ആണോ അല്ലെങ്കിൽ കോളേജ് ലൈഫ് ആണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം എന്താ പറയാ, കോളേജ് ലൈഫ് ആണെങ്കിൽ അതും മിസ് ചെയ്യുന്നുണ്ട്, സ്കൂൾ ലൈഫ് ആണെങ്കിൽ അതും മിസ് ചെയ്യുന്നുണ്ട്. രണ്ട് വൈബാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കോളേജിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് പോവുക. ഇന്റർവെൽ മിക്കതും ഞാൻ ഇന്റർവെൽ സമയത്താണ് ക്ലാസ് കയറാറ്. അതുവരെ ഞാൻ കിടന്നുറങ്ങി പതുക്കെയൊക്കെയാണ് ക്ലാസ്സിൽ പോവാറ് കോളേജിൽ കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മിസ്സുമാര് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചീത്ത കേൾക്കുക, പിന്നെ ക്ലാസ് കട്ടാക്കുക, ചായ പിടിക്കാൻ പോവുക, എന്തെങ്കിലും പരിപാടി വരുന്ന സമയത്ത് ഡ്രസ് കോഡിന്റെ പ്ലാനിങ്, ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസിന്റെ പ്ലാനിങ്, അങ്ങനെ ഓരോരോ വൈബാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞു. പക്ഷെ എന്താ പറയാ, ഇപ്പോഴും ആ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഒന്നിനെ പറ്റി ഒരു ടെൻഷനോ ഒന്നുമില്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടൈമായിരുന്നു. ഇപ്പൊ വെച്ചാൽ നമ്മളൊരു എന്തെങ്കിലും ഇപ്പൊ ജോലി ആക്കണമല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്സിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന, ഇപ്പൊ കോളേജിൽ ഏതെങ്കിലും സംഭവം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ക്ലാസ്സിൽ നേരത്തെ പോവാണെങ്കിൽ ഞാനായിരിക്കും ആദ്യം ക്ലാസ്സിലെത്തുക. അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ലോങ് നിന്നാണ് വരുന്നത്. അപ്പൊ അവരുടെ ബസ് കോളേജിന്റെ അവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കും. ഒരു 9:45 ഒക്കെ ആവും. എന്റെ ക്ലാസ് 9:30 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവര് വരുന്നവരെ കാത്തിരിക്കും. അങ്ങനെ ഇവര് വന്ന് ഇരുന്ന് മിസ്സുമാരോട് 2 ചീത്തയൊക്കെ കേട്ട്, ഡെയിലി ചീത്ത കേൾക്കാറുണ്ട് കേട്ടോ. ഞാൻ ചീത്തയൊക്കെ കേട്ട് ഇരുന്ന് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഒറ്റ ബെഞ്ചിലാണ് ഇരിക്കാറ്. അതും സാധാരണ വെച്ചാൽ ഉഴപ്പന്മാരൊക്കെ നേരെ ലാസ്റ്റ് ബെഞ്ചിലാണ് പോയിരിക്കാറ്. പക്ഷെ ഞങ്ങൾ നേരെ ഫ്രണ്ട് ബെഞ്ചിൽ കയറിയിരിക്കും. ഇങ്ങനെ അവിടെ നിന്ന് ഒരു ക്ലാസ് തുടങ്ങി ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇപ്പുറത്തുള്ളവർ മെല്ലെ തൊള്ളിട്ട് പറയും, ഇവിടെ എനിക്ക് വിശക്കുന്നു പറയും. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നോട് പറയും, ആടെ എനിക്കും വിശക്കുന്നുണ്ട് പറയും. അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ഇടും, എന്നാ ഇന്റർവെല്ലാകുമ്പോൾ ചായ കുടിക്കാൻ പോവാട്ടോ. അങ്ങനെയാണ്. പിന്നെ ആ ഒരു കാത്തിരിപ്പാണ്, ഇന്റർവെല്ലാവാൻ വേണ്ടിയിട്ട് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിക്കതും മലയാളം പീരീഡും ഇംഗ്ലീഷ് പീരീഡും ഒന്നും കയറാറേ ഉണ്ടായിരുന്നില്ല. കട്ടാക്കി നടന്നതായിരുന്നു എന്നാണ് ഒരു സത്യം. ഇപ്പൊ ഈ വീഡിയോസ് കാണുന്ന ഇപ്പൊ കോളേജ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് വിചാരിക്കും മലയാളം ഇംഗ്ലീഷൊക്കെ ഇല്ലേ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഡിഗ്രിയിലുള്ള ഇപ്പൊ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നമ്മൾ ക്ലാസ് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആരും കട്ടാക്കാതിരിക്കുക. ഇടയ്ക്ക് തലയ്ക്കുന്ന കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ചില ഓണ സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 1 മാസം മുന്നേ അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് തുടങ്ങും. ഈ ഇപ്രാവശ്യം ഓണ സെലിബ്രേഷൻ ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന കളർ ഇടണം, പിന്നെ ഡ്രസ് കോഡിന്റെ പ്ലാനിങ് ആണ്, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോരോ നമുക്ക് ഭയങ്കര, ഇപ്പൊ പോലെ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്, ഉള്ളത് എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കോളേജ് ഡേ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഡാൻസിന്റെ പ്രാക്ടീസ്, ഞാനായിരുന്നു മെയിൻ. ക്ലാസ്സിൽ വെച്ചാൽ ഡാൻസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, പഠിക്കാൻ പോകാനും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെ പഠിപ്പിക്കാനും ഒക്കെ അങ്ങനെയായിരുന്നു. ഒക്കെ എന്താ പറയാ, ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കോളേജ് കഴിഞ്ഞ് ഇറങ്ങി ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ. ആ ഒരു ലൈഫില്ലാതൊന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ടൈം എടുത്തു എനിക്ക്. ബട്ട് ഇപ്പൊ ആ ഒരു ട്രാക്കിൽ കയറി ഓക്കെ അത് കഴിഞ്ഞു എന്നുള്ള ആ ഒരു സാധനത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ, ശരിക്കും കോളേജ് പോലെ ഇപ്പൊ ക്ലാസ് കട്ടാക്കുക അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ നേരം വൈകി ചെല്ലുക, അതൊന്നും സ്കൂൾ ലൈഫിൽ പറ്റില്ലായിരുന്നു. സ്കൂൾ ലൈഫിൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, അത്യാവശ്യം ചീത്തക്കാറുണ്ട്, അടി കിട്ടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സ്കൂൾ ലൈഫ് അതിൻ്റെതായ ഒരു രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ 10ാം ക്ലാസ് പറയുന്നത്, 10ാം ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് 10 എന്ന് പറയുമ്പോൾ എന്താ അറിയില്ല, എല്ലാവരും SLC എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു 10ാം ക്ലാസ്, ആ ഒരു വൈബ്, ഫ്രണ്ട്സ്, ട്യൂഷൻ ക്ലാസ്.
ഞാൻ എൻ്റെ 10ല് എൻ്റെ മാത്സ് ടീച്ചർ എന്ന് പറയുന്നത് സാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8th ഞാൻ പഠിക്കുമ്പോൾ സാറിന്റെ ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു ഞാൻ. അപ്പൊ 10th ആൾ എന്നെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പം ആളെന്താക്കും ഡെയിലി രാവിലെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ എന്നോട് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ സാറ് ക്ലാസ് തുടങ്ങുള്ളൂ. എല്ലാവരോടും ചോദിക്കും, പക്ഷെ എന്നെ ഒഴിവാക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നോട് എപ്പോഴും ചോദിക്കുകയും ചെയ്യാറുണ്ട്, ഞാൻ എപ്പോഴും അടിയും വാങ്ങിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒക്കെ ഒരു എന്താ പറയുക, ഇപ്പൊ ആലോചിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒന്ന് മുഖത്തൊരു പുഞ്ചിരി ഇല്ലാണ്ട് അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. അന്ന് ഞാൻ എത്രയോ ടെൻഷൻ അടിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. 2 ലൈഫ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. രണ്ടും എന്താ പറയാ ലൈഫാണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അബൌട്ട് ഫാമിലി, കരിയർ, ഫ്യൂച്ചർ പ്ലാൻസ്. ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ഏട്ടൻ്റെ ഭാര്യ, പിന്നെ ആളുടെ 2 മക്കള്. അതാണ് എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ കരിയർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കറന്റ്ലി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ സെർച്ചിങ്ങിലാണ്, ജോബിന്റെ സെർച്ചിങ്ങിലാണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഫ്യൂച്ചർ പ്ലാൻസ് വെച്ചാൽ ഒന്നുമില്ല, ജോബ് ചെയ്യണം, കുറച്ചൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം, സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെയൊക്കെയാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഒരു ചില സമയത്ത് ആസ്ക് മീ ഇടുന്ന സമയത്ത് എനിക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അത് ചിലപ്പോൾ കുറച്ചുകൂടെ ഫണ്ണി ആക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും ആൾക്കാർ. ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ജൈവപ്രകാശം? മേ ബി എന്നെ കുറച്ച് ചിന്തിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. എന്തായാലും എന്താണ് ജൈവപ്രകാശം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ആൻസർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് കൊടുത്തോളാം. അതുപോലെ തന്നെ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കല്യാണം ഒന്നും കഴിക്കാനുള്ള പ്രായമായിട്ടില്ല, അതിനുള്ളൊരു ഏജ് ആവുന്നതേ ഉള്ളൂ. അതിനുള്ള ഏജ് ആവാൻ ഇനിയും ഉണ്ട്, ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷമൊക്കെ മുന്നിൽ. അത്ര നല്ല ടൈം ആവട്ടെ, അപ്പൊ നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്ത് സിംഗിൾ ആണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ആൻസർ ഞാൻ ഇപ്പൊ തരുന്നില്ല. കാരണം എന്താ വെച്ചാല് കുറച്ച് കഴിയട്ടെ, ഒരു 10K ഒക്കെ ആവുന്ന സമയത്ത് അത് ഞാൻ പറയാം. ഞാൻ കമ്മിറ്റഡ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ എന്നൊക്കെ ഞാൻ അപ്പം പറയാം. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അവർക്കുള്ള ആൻസർ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തരുന്നതായിരിക്കും. അടുത്തൊരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക തരം കഴിവാണ്, ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തതാണ് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയോ എന്നുള്ളത്. യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല. യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ കടമ്പ കിടക്കുന്നുണ്ട്. 4000 വാച്ച് അവർ ആവാൻ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ഇനിയും. ആകെ എത്രയാ, കുറച്ച് വാച്ച് അവർ മാത്രമായിട്ടുള്ളൂ. കുറച്ച് വെച്ചാൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്രയും വാച്ച് അവരെ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പം ഇനിയും ഇഷ്ടംപോലെ ടൈം ഉണ്ട് മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നതിനെക്കാട്ടിലും പാടാണ് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആക്കാനുള്ള. എന്താ പറയാ, ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുക, അല്ലെങ്കിൽ 10 മില്യൺ ഒരു 90 days കൊണ്ട് സെറ്റ് ആക്കുക എന്നുള്ളത് ഭയങ്കര എന്താ പറയാ കുറച്ചും കൂടെ ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, ഡെയിലി വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളുടെ ആ ഒരു വ്യൂസിന്റെ, അത് ഷോർട്സിന്റെ വ്യൂസിന്റെ കൗണ്ട് പിന്നെയും ബാക്കോട്ട് കുറയുന്നുള്ളത്. ഞാൻ അടുപ്പിച്ചൊരു കുറെ എന്തോ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ എന്റെ വ്യൂസ് ഒറ്റയടിക്ക് കുത്തനെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഇതെന്തിപ്പോ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞത്, ഇതെങ്ങനെ കുറഞ്ഞത് എന്നുള്ളത്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളും ഇങ്ങനെ യൂട്യൂബറാണ്. അപ്പൊ ആൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു എന്താണ് ഈ സംഭവം ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ആളാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെയാണ് വ്യൂസ്, നമ്മൾ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂസ് കുറയും അങ്ങനെ. അപ്പൊ ഞാൻ എനിക്ക് ടെൻഷനായി. കാരണം ഇത്രയും വരെ നമ്മൾ കഷ്ടപ്പെട്ട് എത്തിച്ചിട്ട് അത് കുറയാന്നൊക്കെ പറഞ്ഞാല്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, യൂട്യൂബില് മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതാണ്. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതാണ് എന്ത്, ഈ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ 90 ഡേയ്സ് കൊണ്ട് 10 മില്യൺ അടിക്കുക. അതായത് ഹാഫ് മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ 4000 വാച്ച് അവർ വേണ്ട, 3000 വാച്ച് അവർ മതി. പക്ഷെ എന്താ പറയുക, ഈ ഒരു 90 ഡേയ്സ് കൊണ്ട് ഈ ഒരു 10 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂസിന്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് പ്രശ്നം. അപ്പം ഷോർട്സ് 10 മില്യൺ അടിക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലാവണം. അപ്പം അങ്ങനെയാണ്. മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. മോണിറ്റൈസ്ഡ് ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഇപ്പൊ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു സെറ്റപ്പ് ആയിരുന്നില്ല. വീഡിയോസ് ഇടാൻ എനിക്കിഷ്ടമാണ് പൊതുവെ ഇടാൻ, എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ഇടാൻ. അപ്പം ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെയാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നോക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് വന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കുറേ പേരിൻ്റെ ഇത് വ്ളോഗ് ആണെങ്കിലൊക്കെ കാണുന്നുണ്ട്, അവരൊന്നും മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഭാവി പരിപാടികൾ? അത് ഞാൻ പറഞ്ഞല്ലോ, ഭാവി പരിപാടികൾ എന്താന്നുള്ളത്. ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയൊക്കെ പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു, തിരക്കില്ലാതെ പോകുന്നു. അപ്പം നമ്മുടെ Q&A സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടില്ല. ശരിക്കും റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിനുള്ള ആൻസർ ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.